ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇബ്നു അബി ദുനിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതന് കിതാബുൽ ഖുബൂർ എന്ന പേരിലൊരു ഗ്രന്ഥം, ഖബറിൻ്റെ അടുക്കൽ പാലിക്കേണ്ട മര്യാദകളാണ് അതിൽ പറയപ്പെടുന്നത്. അതിൽ പറയുന്ന ചില സംഭവങ്ങൾ. സുലൈം ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം ഒരു സംഘത്തോടൊപ്പം യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ അദ്ദേഹത്തിന് മൂത്രമൊഴിക്കേണ്ട ആവശ്യമാണ്. വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ സ്ഥലം അന്വേഷിച്ചപ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റിയ സ്ഥലമൊന്നും കണ്ടില്ല. അപ്പോൾ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, അടുത്തൊരു ശ്മശാനമുണ്ട്, കബറടക്കുന്ന സ്ഥലമുണ്ട്, അവിടെയാണെങ്കിൽ സൗകര്യമായിട്ട് മൂത്രമൊഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നി അസ്തഹീ മിനൽ അംവാതി കമാ അസ്തഹീ മിനൽ അഹ്യാനി. ജീവിച്ചിരിക്കുന്നവരടുക്കൽ എനിക്ക് എത്രമാത്രം ലജ്ജയുണ്ടോ അതുപോലെ മരിച്ചവരുടെ അടുക്കലും എനിക്ക് ലജ്ജയുണ്ട് എന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ മുന്നിൽ പോയി മൂത്രമൊഴിക്കൂല, അവർ നോക്കി നിൽക്കും. അതുപോലെയാണ് മരിച്ചു കിടക്കുന്ന ആളുകളുടെ മുന്നിൽ പോയി മൂത്രമൊഴിക്കുന്നതും. ഞാൻ അതും ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഖുബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലാൻ അതഅ അലാ ജംറത്തിൻ ഔ അലാ ഹദ്ദി സൈഫിൻ. ഒരു തീക്കട്ടയിൽ ചവിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വാൾത്തലയിൽ ചവിട്ടുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. മിന്നൻ അൻഷി അല ഖബരി റജുലിൻ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖബറിൽ ചവിട്ടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു തീക്കട്ടയിൽ ചവിട്ടി നിൽക്കലാണ്, അല്ലെങ്കിൽ ഒരു വാൾത്തലയിൽ ചവിട്ടി നിൽക്കലാണ്. അത്രയും ഗൗരവമാണ് ഖബറിന്റെ മുകളിൽ ചവിട്ടുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖബറിന്റെ അടുക്കൽ വിസർജിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മാർക്കറ്റിൽ പോയി ആളുകൾ നോക്കി നിൽക്കുമ്പോൾ വിസർജിക്കലാണ്. അതിനേക്കാൾ ഗൗരവമാണ് ഖബറിന്റെ അടുക്കൽ, ഖബറടക്കുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യുക എന്നുള്ളത്. ഇബ്നുൽ മന്ദ എന്ന് പറയുന്നൊരു മഹാൻ പറയുന്നുണ്ട്, ഒരിക്കലൊരു ഖബറിന്റെ മുകളിൽ ഒരാൾ കാല് വെച്ച് ചവിട്ടിയപ്പോൾ ഖബറിൽ നിന്നൊരു അശരീരി കേട്ടു എന്നാണ്. കാലെടുത്തു മാറ്റൂ, ഉപദ്രവിക്കാതിരിക്കും എന്ന് ഖബറിൽ നിന്നൊരു അശരീരി കേട്ടു എന്നാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ മയ്യിത്ത യുഹ്ദി ഫീ ഖബരിഹി ബിമാ യുഹ്ദി ബിഹി ഫീ ഹയാത്തി. ഒരാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളായി തോന്നുമോ, ഇതെല്ലാം മരിച്ചവർക്കും പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഖബറടക്കുന്ന സ്ഥലങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന സ്ഥലം പോലെ ശുദ്ധമായി സൂക്ഷിക്കണം. നമ്മുടെ കാരണവന്മാരും മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമാണ് അവിടെ കിടക്കുന്നത്. അവരെ നമ്മൾ വീട്ടിൽ എത്രമാത്രം നന്നായിട്ട് പരിരക്ഷിച്ചോ, അവർ ജീവിക്കുന്ന, അവർ കിടന്നുറങ്ങിയ സ്ഥലങ്ങൾ എത്ര വൃത്തിയായി സൂക്ഷിച്ചോ, അതുപോലെ സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ, അതുപോലെ നാൽക്കാലികളും പട്ടികളും കയറി വിസർജിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതെ ഖബർസ്ഥാനുകൾ പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് നമ്മുടെ മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന, അവർ കിടന്നുറങ്ങുന്ന സ്ഥലമാണത്. അവിടെ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല, ഖബറിനെ മേൽ ചവിട്ടാൻ പാടില്ല. വളരെ സൂക്ഷിച്ചു വേണം ഖബർ സിയാറത്ത് ചെയ്യാൻ. മാതാപിതാക്കളുടെ ഖബറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചെരുപ്പൂരിയിട്ട് നിൽക്കണം. ജീവിതകാലത്ത് നാം അവരെങ്ങനെയാണോ കണ്ടത്, മരണശേഷം അതുപോലെ അവരെ കാണണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലാണ് എൻ്റെ റസൂലിനെ ഖബറടക്കിയത്, എൻ്റെ ഭർത്താവിനെ. പിന്നീട് എൻ്റെ പിതാവിനെയും അവരെ ഖബറടക്കി, അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ ഞാൻ ഖബർ സിയാറത്തിന് വേണ്ടി ആ റൂമിലേക്ക് കയറുമ്പോൾ സാധാരണ വസ്ത്രത്തിലാണ് കയറാറുണ്ടായിരുന്നത്. ഞാൻ പറയും, ഒന്നെൻ്റെ ഭർത്താവാണ്, മറ്റതിൻ്റെ വാപ്പയാണ്. അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ പൂർണ്ണമായി വസ്ത്രം ധരിക്കേണ്ടതില്ല. പിന്നീട് ഉമറിനെ കൂടി അവരുടെ ഖബറടക്കപ്പെട്ടപ്പോൾ ഞാൻ പൂർണ്ണ വസ്ത്രം ധരിച്ചിട്ടില്ലാതെ അങ്ങോട്ട് കയറിയിട്ടില്ല. കാരണം ഉമറിനേക്ക് അന്യപുരുഷനാണ്. മരിച്ചെടുക്കുന്ന ആളുടെ അടുക്കിലേക്ക് കയറുമ്പോഴാണ് ഈ പൂർണ്ണമായ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ മരിച്ചു എന്ന് വിചാരിച്ച് എല്ലാം തീർന്നു പോയിട്ടില്ല. അവരവരുടെ ഖബറുകളിൽ ജീവിക്കുകയാണ്. അവരോട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ചതുപോലെ അവർ സന്ദർശിക്കുമ്പോഴും മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി.